ഒസാക്ക യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒരു പുതിയ ടോപ്പിക്, റിലീജിയസ് വിസ. ഇന്ന് ഇന്ത്യയിൽ ഒത്തിരി മിഷണറീസ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇന്ത്യയുടെ പുറത്തേക്ക് റിലീജിയസ് വിസയിൽ ഒത്തിരി ട്രാവൽ ചെയ്യുന്നുണ്ട്. ഇന്ന് ഇന്ത്യയിൽ റിലീജിയസ് വിസയെ ഏറ്റവും കൂടുതൽ ഹാൻഡിൽ ചെയ്യുന്ന വൺ ഓഫ് ദി ടോപ്പ് മോസ്റ്റ് ഏജൻറ്റ് ആണ് ഒസാക്ക ഗ്രൂപ്പിൻ്റെ വൺ ഓഫ് ദി വെർട്ടിക്കൽ കമ്പനി ആയിട്ടുള്ള ഒസാക്ക എയർ ട്രാവൽസ്. ആ ഒസാക്ക എയർ ട്രാവൽസിൻ്റെ സീനിയർ റിലീജിയസ് വിസ കൺസൾട്ടൻ്റ് ആയിട്ടുള്ള ശ്രീ റിൻസിയാണ് നമ്മുടെ ഇന്നൊപ്പം സ്റ്റുഡിയോയിലുള്ളത്. ശ്രീ റിൻസിക്ക് സ്വാഗതം. റിൻസി, പൊതുവെ ഇന്ന് ഏറ്റവും കൂടുതൽ ഇന്ത്യയിലേക്ക് ട്രാവൽ ചെയ്യുന്ന ഒരു വിഭാഗമാണ് റിലീജിയസ് എന്ന് പറയുന്നത്. എന്താണ് ഈ റിലീജിയസ് വിസ എന്ന് ഉദ്ദേശിക്കുന്നത്? എന്താണ്? നമ്മൾ റിലീജിയസ് വർക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള വിസയാണ് റിലീജിയസ് വിസ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മിഷണറിമാരാണ് റിലീജിയസ് വിസയിൽ നമ്മൾ പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നത്. അതെ, ക്രിസ്ത്യൻ മിഷണറിമാരിൽ റിലീജിയസ് കോൺഗ്രിഗേഷൻ മെമ്പേഴ്സും ഉണ്ടാവും, മിഷണറി അവർ വരുന്നുണ്ട്, അതുപോലെ ഡയോസിഷൻ മെമ്പേഴ്സ് ഉണ്ടാവും, നൺസ് ഉണ്ടാവും. ഇവരെയാണ് കൂടുതൽ റിലീജിയസ് വർക്കേഴ്സ് എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. ഈ റിലീജിയസ് വിസ പല കാറ്റഗറീസ് ഉണ്ടോ? അതെ, ഉണ്ട്. റിലീജിയസ് വിസ മെയിൻ ആയിട്ട് 2 കാറ്റഗറിയാണ് വരുന്നത്. വളരെ കുറഞ്ഞ കാലയളവിലേക്ക് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ അവരുടെ മീറ്റിങ്ങുകൾക്ക് വേണ്ടിയിട്ട് പോകുന്ന പർപ്പസിന് പോകുന്നത് ഷോർട്ട് ടൈം വിസ കാറ്റഗറി എന്ന് പറയുന്നു. അല്ലാതെ അവര് കുറച്ച് ലോങ് ടൈമിലേക്ക് അവരുടെ കോൺഗ്രിഗേഷനും അല്ലെങ്കിൽ ഡയോസിസ് അയക്കുന്നതിന്റെ ആ ഒരു ബേസിൽ അവർ വർക്കിന് വേണ്ടിയിട്ട് പോകുന്ന കാറ്റഗറി ലോങ് ടൈം വിസ കാറ്റഗറി എന്നും പറയുന്നു. ഷോർട്ട് ടൈം കാറ്റഗറിയിൽ നമുക്ക് എപ്പോഴും 90 ഡേയ്സ് വരെ വരുന്ന വിസയാണ് വരുന്നത്. ലോങ് ടൈം കാറ്റഗറി മോർ ദാൻ 90 ഡേയ്സ് വരുന്ന കാറ്റഗറിയാണ്. ഈ ഷോർട്ട് ടൈം ഇതെന്ന് പറയുമ്പോൾ നമുക്ക് എത്ര സമയം കൊണ്ടാണ് പ്രോസസ് ചെയ്ത് കിട്ടുന്നത്? പൊതുവെ ഷോർട്ട് ടൈം കാറ്റഗറിക്ക് എല്ലാ കൺട്രികളും ഏകദേശം എടുക്കുന്നത് 15 വർക്കിംഗ് ഡേയ്സ് ആണ് നമുക്ക് എപ്പോഴും എടുക്കാറുള്ളത്. പക്ഷേ ലോങ് ടൈം കാറ്റഗറിക്ക് 1 മന്ത് വരെ വന്നേക്കാം. ഇപ്പൊ ലോങ് ടൈം കാറ്റഗറി എടുക്കുമ്പോൾ ഈ ചില കേസുകൾ 1 ഇയർ 2 ഇയർ അങ്ങനെയൊക്കെ ഉള്ള കാറ്റഗറി ഓഫ് വിസാസ് ആണോ കിട്ടുന്നത്? അതെ, ലോങ് ടൈം കാറ്റഗറിയിൽ വിസ അപ്രൂവ് ആയിരിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് വരുന്ന അവിടെ നിന്ന് തരുന്ന കൺസെന്റ് വരുന്നത് മിനിമം 1 ഇയർ ആയിരിക്കും. 365 ഡേയ്സിന്റെ വിസയാണ് എപ്പോഴും അപ്രൂവ് ചെയ്ത് വരുന്നത്, അതായിരിക്കും അവർക്ക് കിട്ടുന്നത്. പക്ഷേ US പോലുള്ള കൺട്രികൾക്ക് 3 ഇയേഴ്സിന് വരെ അപ്രൂവൽ കിട്ടാറുണ്ട്. ഈ ലോങ് ടൈം കാറ്റഗറി എന്തിനു വേണ്ടിയിട്ടാണ് ശരിക്കും അതിൽ പോകുന്നത്? നമ്മുടെ കോൺഗ്രിഗേഷന്റെ സേവനങ്ങൾ മറ്റു രാജ്യങ്ങളിൽ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കോൺഗ്രിഗേഷൻ മെമ്പേഴ്സ്. ചിലപ്പോൾ അവരുടെ സഭ അവിടെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, അവിടെയുള്ളവർക്ക് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലോങ് ടൈം കാറ്റഗറിയിൽ പോകുന്നത്. ചില സമയങ്ങളിൽ മറ്റു കോൺഗ്രിഗേഷനിൽ അല്ലെങ്കിൽ ഡയോസിസിൽ അവിടുത്തെ അച്ഛന്മാരുടെ അല്ലെങ്കിൽ കന്യാസ്ത്രീകളുടെ ദൗർലഭ്യം മൂലം ഇവിടെ നിന്ന് അവർ ഒരു കോൺട്രാക്ട്, 2 കോൺഗ്രിഗേഷൻ തമ്മിലുള്ള കോൺട്രാക്ടിന്റെ ബേസിൽ ഇവിടെ നിന്നുള്ള സിസ്റ്റേഴ്സിനെയും അച്ഛന്മാരെ അങ്ങോട്ടേക്ക് അയക്കാറുണ്ട്. ഇന്ന് ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മിഷണറി ട്രാഫിക് ഉള്ള ഒരു രാജ്യം ഏതാണ്? ഏറ്റവും കൂടുതൽ മിഷണറി ട്രാഫിക് വരുന്നത് ഇറ്റലി തന്നെയാണ്. നമുക്ക് അതിന്റെ തൊട്ട് പുറകിലായിട്ട് നമുക്ക് US വരുന്നുണ്ട്, പിന്നെ കാനഡയും UK ഇതേപോലെ തന്നെ റിലീജിയസ് മിനിസ്റ്റേഴ്സിന്റെയും അതായത് റിലീജിയസ് വർക്കേഴ്സിന്റെയും വിസകൾക്ക് കൂടുതൽ വരുന്നുണ്ട്. മറ്റുള്ള ഏതെങ്കിലും കൺട്രികൾ ഇതേമാതിരി ട്രാഫിക് ഉള്ളതായിട്ട്? ആഫ്രിക്കൻ കൺട്രീസും ഇപ്പോൾ കൂടുതലായി കാണിക്കുന്നുണ്ട്. എസ്പെഷ്യലി ബ്രസീൽ പോലുള്ള രാജ്യങ്ങൾ നമുക്ക് കൂടുതൽ ട്രാഫിക് ഉണ്ട് ഇപ്പോൾ. ഈ മിഷണറി വർക്കിന്റെ അല്ലെങ്കിൽ ഈ റിലീജിയസ് ടൈപ്പ് ഓഫ് വിസയ്ക്ക് എന്തൊക്കെ പ്രത്യേകതകളാണ് ഒസാക്ക പ്രൊവൈഡ് ചെയ്യുന്നത്? ഒസാക്ക കഴിഞ്ഞ 30 വർഷമായിട്ട് നമ്മൾ ഉള്ള കമ്പനിയാണ്. 25 വർഷത്തോളമായിട്ട് നമ്മൾ ഈ റിലീജിയസ് മെമ്പേഴ്സിന് വേണ്ടി അല്ലെങ്കിൽ കോൺഗ്രിഗേഷൻസ് അല്ലെങ്കിൽ ഡയോസിസിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ സേവനങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലുള്ള എല്ലാ കോൺഗ്രിഗേഷൻസും ഡയോസിസുകളും നമ്മൾ എപ്പോഴും അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഈ വിസകൾക്ക് വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേറ്റഡ് ഒരു ബിഗ് ടീം തന്നെയുണ്ട് നമ്മുടെ കയ്യിൽ. ഇവർക്ക് വേണ്ടി ഈ റിലീജിയസ് മെമ്പേഴ്സിന് വേണ്ടി 24/7 ആണ് നമ്മൾ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ടീമിന്റെ മെയിൻ പ്രത്യേകത എല്ലാ കൺട്രികളെ കുറിച്ചും എല്ലാ രാജ്യങ്ങളെ കുറിച്ചും അവർക്ക് വെൽ അവെയർ ആണ്. നമ്മുടെ നോളജ് എല്ലാം അപ്ഡേറ്റഡ് ആണ്. എല്ലാ വെബ്സൈറ്റുകളിലും നമ്മൾ സെർച്ച് ചെയ്ത് നോളജുകളെല്ലാം അപ്ഡേറ്റ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് ഏത് കോൺഗ്രിഗേഷൻസിനാണെങ്കിലും ഏത് അച്ഛനാണെങ്കിലും കന്യാസ്ത്രീയാണെങ്കിലും വിളിച്ചവർക്ക് ഓൺ ടൈമിൽ നമുക്ക് റെസ്പോൺസ് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഇത്രയും ഫ്ലോ നമ്മുടെ ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഇതിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ലുഫ്താൻസ പോലുള്ള എയർ കമ്പനികൾ ട്രാവൽസുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ വളരെ വലിയ സേവനമാണ്. അവർക്ക് നമുക്ക് റിലീജിയസ് മിഷണറി ഫെയേഴ്സ് കൊടുക്കാനും അതേപോലെ എക്സ്ട്രാ ബാഗേജ് ഫെസിലിറ്റി കൊടുക്കാനുള്ള ഫെസിലിറ്റി എല്ലാം നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ റിലീജിയസ് മെമ്പേഴ്സിന്റെ അല്ലെങ്കിൽ റിലീജിയസ് കസ്റ്റമേഴ്സിന്റെ നമ്പേഴ്സ് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. തീർച്ചയായിട്ടും.
എന്തായാലും ഇന്ന് റിൻസി നമ്മുടെ റിലീജിയസ് വിസ ഒസാക്ക കൊടുക്കുന്ന സേവനത്തെ പറ്റിയിട്ടുള്ള വലിയ വിശദമായിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. അതിൽ നമുക്ക് ഏറ്റവും പ്രൗഡായിട്ടുള്ളൊരു കാര്യം ഇന്ത്യയിൽ പോകുന്ന മിഷണറിക്ക് ഇത്രമാത്രം സേവനങ്ങൾ കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വേൾഡിൻ്റെ ഒരു ടീം ലീഡറായിട്ട് നിൽക്കുന്ന ഏവിയേഷൻ ഇൻഡസ്ട്രിയുടെ ഒരു എയർലൈനാണ് ലുഫ്താൻസ പോലും അതേപോലെ തന്നെ ഇതര പല എയർലൈനുകളും മിഷണറിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഡീലുകൾ ഒസാക്ക ഗ്രൂപ്പിന് ഉണ്ട് എന്ന് പറയുന്നത് തന്നെ വലിയൊരു സന്തോഷകരമായൊരു ഇതാണ്. അപ്പോൾ എന്തായാലും ഇന്ന് റിലീജിയസ് വിസയെ പറ്റിയും അതിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റിയും ഉള്ളൊരു ജനറലായിട്ടുള്ളൊരു കാഴ്ചപ്പാട് ഇന്ന് നമുക്ക് റിൻസി ഷെയർ ചെയ്ത് തന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും നന്ദി റിൻസി. താങ്ക്സ്.